ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമായില്ലെങ്കിലും ശമ്പളത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇവിടുത്തെ ചെലവും കാര്യങ്ങളും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് പരമാവധി ചെലവ് എങ്ങനെ ചുരുക്കി ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാം. ഏറ്റവും കൂടുതൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പൊടി പിടിച്ചിരിക്കുന്ന കുക്കറെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ എന്തായാലും ചോറ് വയ്ക്കാൻ തീരുമാനിച്ചു. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഓരോന്നോരോന്നായി കഴിക്കാൻ തുടങ്ങിയായിരുന്നു. കാരണം എന്താണെന്നറിയില്ല, ആ ടൈമിൽ മിസൈലൊക്കെ തലയുടെ മുകളിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്റെ വീഡിയോ കാണുന്ന പലർക്കും തോന്നാം ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്ന ഒരാളാണെന്നൊക്കെ. ഒരിക്കലും അല്ല കേട്ടോ. ഇപ്പോൾ ഈ യുദ്ധം കാരണം പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നത് ഞാൻ മാത്രമല്ലല്ലോ, ഒരുപാട് പേരുണ്ട്. അതിൽ എനിക്ക് ഈ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മാത്രം. നാട്ടിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ കുറേ എണ്ണമെന്ന് ചോദിക്കും, എന്താ മോനെ അവിടെ യുദ്ധത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാ, ജോലിയൊക്കെ പോയോ, ഇനി തിരിച്ചു പോകണമെന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കുരു പൊട്ടും. അതിൽ നല്ലത് ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണതല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ.